ഹലോ അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എബ്രോഡായിട്ടുള്ള എല്ലാവരും നാട്ടിലെത്തുന്നൊരു സമയമാണല്ലോ. അങ്ങനെ ഇത്തവണ ഫാമിലിയിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പം കാര്യമായിട്ടുള്ള ട്രിപ്പുകളോ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തുകൂടാനും കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനും വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ മോർണിംഗ് എല്ലാവരും കൂടെ കുളത്തിലേക്ക് പോകാമെന്ന്. സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. സൺഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഉറങ്ങി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടല്ല കേട്ടോ ഞങ്ങൾ പോണത്. സൺഡേ പ്രിറ്റി ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ വരാൻ തുടങ്ങും, ഭയങ്കര ചകപകാകും. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് സുബിയൊക്കെ നിസ്കരിച്ചിട്ട് ഇവരെങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പരപ്പനങ്ങാടിയിൽ നിന്നാണ് അവർ എത്തിയിട്ടുള്ളത്. ഇനി ഒരു ടീം കാലിക്കറ്റിൽ നിന്ന് എത്താനും ഉണ്ട്. പിന്നെ നീന്തൽ അറിയാത്ത കുറേ പീക്കിരി പിള്ളേരുണ്ടായതുകൊണ്ട് തന്നെ സകല സാമഗ്രികളും നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റാണ് സോറ എന്നെ പകുതി ഉറക്കത്തിലാട്ടോ. എങ്ങോട്ടാ പോണേ എന്തിനാന്നൊന്നും ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അവിടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഈ വെള്ളം ഒന്ന് കാണേണ്ടതാട്ടോ. നല്ല ബ്ലൂ കളർ വെള്ളമാണ്. ആൻഡ് അടിയിലാണെങ്കിലോ നല്ല അടിപൊളി പാറയാണ്. അപ്പോൾ എവിടേക്കാണ് പാറ, എവിടേക്കാണ് ഡെപ്ത് കൂടുതലെന്നൊക്കെ നമുക്ക് നല്ല പരിചയം ഉണ്ടായതുകൊണ്ട് അറിയാം. പക്ഷേ ബിഗിനേഴ്സ്, അതായത് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മളെ കയ്യോ കാലോ ഒക്കെ ഈ പാറമ്മലൊക്കെ പോയി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയാണ്, മുറിവാവൊക്കെ ചെയ്യും. പണ്ടൊക്കെ ഞാൻ ചെറുതാകുമ്പോഴൊക്കെ ഇഷ്ടം പോലെ ഇനും ഇങ്ങനെ മുറിവാവലും എപ്പോഴും കാൽമലും കൈമലൊക്കെ മുറിവേനും. ഇപ്പം വലുതായപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ കോഷ്യസ് ആവാൻ തുടങ്ങുമല്ലോ. ഇന്ന് വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ആൻഡ് സോറാണെങ്കിൽ എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ കണ്ടിട്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ആളൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി നോക്കണം എന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പം 2 ദിവസമായിട്ട് നല്ല മഴ ആണല്ലോ അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയി പോവാണ്. ഈ വീഡിയോ ഞാനൊരു 2 വീക്സ് മുന്നേ റെക്കോർഡ് ചെയ്തതാട്ടോ. പക്ഷേ എഡിറ്റ് ചെയ്ത് അത് ആവാൻ കുറച്ച് സമയം എടുത്തതാണ്. ശരിക്കും ഈ വഴിയില്ലേ, ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ തറവാട് വീട്ടിലേക്കാണ് കേട്ടോ എത്തുക. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ഈ ഹൈറ്റുള്ള മതിലിൻ്റെ മുകളിലും അവിടെ നിന്നൊക്കെ ചാടിയിട്ട് മതിലിങ്ങനെ പൊളിഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ എല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ആ വഴിയെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ വഴിയെല്ലാം തുറന്നു പോയിട്ടുമുണ്ട്. അതിലൂടെ ആളുകൾ പള്ളീൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ചാടുന്നുണ്ട്. ശരിക്കും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യല്ലേ വേണ്ടത്, അല്ലാണ്ട് അത് ഓവർ യൂസ് ചെയ്ത് നശിപ്പിക്കലല്ലോ വേണ്ടത്. അപ്പോൾ അതാണ് ചില സമയത്ത് നമ്മളൊരു എന്താ പറയുക, എല്ലാവരും ഉപയോഗിക്കട്ടെ, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ചില ആളുകൾ അത് എന്താ പറയുക മിസ്യൂസ് ചെയ്യുന്നൊരു പ്രവണതയും കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു കുളത്തിലെ പല പല ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഈ കുട്ടികൾ നിൽക്കുന്ന ഈ ഒരു കോർണറാണ് ബിഗിനേഴ്സ് കോർണർ. അതായത് നമ്മൾ ഫസ്റ്റായിട്ട് ഇവിടെ കുളത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ഈ ഒരു കോർണറിലാട്ടോ ഉണ്ടാവുക. ഇവിടെ നിന്ന് അധികം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല. കാരണം ഇവിടെ നമുക്ക് ശരിക്കും നിൽക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഉമ്മമാരൊക്കെ നമ്മളെ കൂടെ വരുമ്പോൾ അലക്കലും കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ നിന്ന് അലക്കി കഴിഞ്ഞാൽ അലക്കിയ വെള്ളമെല്ലാം അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് ഒഴുകി പോവുക ചെയ്യുക. അതായത് കുളത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരില്ല, കുളത്തുനിന്ന് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. അതുകൊണ്ടാണ് കുളം എപ്പോഴും ഇത്ര നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സോറനെ ഇറക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. സോറക്ക് അരിയോ എന്തോ ആവും. ആൻഡ് അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുളത്തിൻ്റെ ഒരു ബിഗിനേഴ്സ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ബിഗിനേഴ്സ് കോർണറാണ് കേട്ടോ ഇത്. കണ്ടോ, ഇവിടെ അടിയിൽ ഫുൾ പാറ ഉണ്ട്. എന്നിട്ട് നമ്മൾ നീന്താൻ പഠിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ടേക്ക് നീന്തി പോവുക, അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ കൂടെ ഫുൾ ഇങ്ങനെ പാറെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക.
മേത്തേക്കൊന്ന് വെള്ളാക്കല്ലേ. അങ്ങനെ സോറനെ വെള്ളത്തിൽ ഇറക്കിയത് ഫുൾ ഫ്ലോപ്പായിരുന്നു കേട്ടോ. കാരണം ആൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയത് തീരെ ഇഷ്ടമായിട്ടില്ല. ഒന്നാമത് എന്താ വെച്ചാൽ അടിയിലേക്ക് ഭയങ്കര തണുപ്പും മുകളിലേക്ക് ബോഡിയിലേക്ക് അത്ര തണുപ്പുമില്ല. അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ ആൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. തീരെ ഇഷ്ടമായിട്ടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആളെ പൊക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തന്നെ എടുത്തു. അപ്പോൾ നമ്മുടെ ബിഗ്നേഴ്സ് കോർണർ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഇതേപോലെ നമ്മൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ കേട്ടോ. ഈ ബിഗ്നേഴ്സ് കോർണറിൽ നിന്ന് നേരെ അങ്ങോട്ട് ആ ഒരു സൈഡിലേക്കാണ് ഫസ്റ്റ് നമ്മൾ നീന്തി പഠിക്കുക. പിന്നെ അത് ഇപ്പം ചാടിയില്ലേ അവിടെ ഒരാൾ, ആ ഒരു സ്റ്റെപ്പിൻ്റെ ഒക്കെ സൈഡ് അവിടെ കേട്ടോ ഈ കുളത്തിൻ്റെ ഏറ്റവും ഡെപ്ത് കൂടിയിട്ടുള്ള സ്ഥലം. അവിടെ ശരിക്കും പറഞ്ഞ ഒരു കിണറാണ്. ആക്ച്വലി സമ്മർ ടൈമിൽ വെള്ളമെല്ലാം വറ്റുന്ന സമയത്ത് ആ ഒരു കിണറും പിന്നെ അതിൻ്റെ മുകളിലേക്കുമാണ് വെള്ളം ഉണ്ടാവുക. ബാക്കി ഫുള്ളിങ്ങനെ വെള്ളം വറ്റിയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇവിടെയൊക്കെ അടിയിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കാണില്ല, അവിടെ എല്ലാം പാറയാണ്. ശരിക്കും ഡീപ്പ് ബ്ലൂ കളർ ഉള്ളിടത്താണ് നല്ല ഡെപ്ത് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നീന്തി വരുന്ന ഏരിയയിലൂടെയാണ് നമ്മൾ നീന്തൽ പഠിക്കുമ്പോൾ സൈഡിൽ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ കയറ് പിടിക്കും. നമ്മൾ അരയിൽ കയറോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ട് എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കേട്ടോ നമ്മൾ നീന്തൽ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. സമയം എത്രയായി? 9 മണി, 9:30 ആവാനായി. ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. റെഡി? യാ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ കുളത്തിൻ്റെ ഏറ്റവും ഡെപ്തുള്ള ഏരിയ. അങ്ങനെ സമയം 9:30 ആയിട്ടും വേറെ ആരും എത്തിയിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, ഇന്ന് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽസാണ്. ഇന്ന് രാത്രിയാണ് ഫൈനൽസ് വരുന്നത്. അപ്പോൾ മേ ബി അതിൻ്റെ ഇതോ എന്തോ അറിയില്ല, ആരും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ മഴയോ കാര്യങ്ങളോ അതും ഇല്ല. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഏരിയ അല്ലേ, അവിടെ ഫുൾ ഇങ്ങനെ പാറയായിരുന്നു ആദ്യം. പിന്നെ സമ്മർ ടൈമിൽ ഇങ്ങനെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞപ്പോൾ അവിടെ കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പായൽ പിടിച്ചിട്ടാണ് അത്രയും ഗ്രീൻ കളർ കാണുന്നത്. അവിടെ ആ ഒരു സ്റ്റെപ്പുമ്മൽ ഇങ്ങനെ നമ്മൾ കുറേ നേരം അനങ്ങാണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കാൽമേൽ ഇങ്ങനെ കൊത്തുട്ടോ. അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളത്തിൻ്റെ അപ്പുറത്തുള്ളൊരു കുഞ്ഞിക്കുളം. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് നോക്കിയതായിരുന്നു. പണ്ടൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തു നിന്നും നേരെ ഈ വെള്ളം ഒഴുകണ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ വീട് എത്തുമായിരുന്നു കേട്ടോ. ഇപ്പോഴും എത്താൻ മതിയാവും, പക്ഷേ ഇപ്പം എനിക്ക് അവിടെ വഴികളൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. ആൻഡ് ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള പുതിയൊരു സ്വിമ്മിങ് സ്കാർഫാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. എവിടെ പോകണം എന്ത് കഴിക്കണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോഴാട്ടോ ഞാൻ ഈ ഒരാളെ കണ്ടത്. ഇതിനെ കണ്ടിട്ട് കുറേ കാലമായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിരുന്നു. ഈ ചേരട്ട കണ്ടിട്ടുണ്ടോ? ഈ ചേരട്ടൻ്റെ പരിചയമുണ്ടോ? യൂഷ്വലി ഇപ്പോൾ നമ്മൾ റെഡിനല്ലേ കാണലുള്ളൂ. പണ്ടൊക്കെ ഇത് ഭയങ്കര കോമൺ ആയിരുന്നു. നമ്മൾ ഹീറോ പെന്ന് എന്ന് പറയും. കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ നിന്നപ്പോഴാട്ടോ ഇങ്ങനത്തേനൊക്കെ വീണ്ടും വീണ്ടും കാണുന്നത്. യൂഷ്വലി ഇപ്പം കാണാറില്ല അവർ. ചേരട്ട. അങ്ങനെ ഇന്നത്തെ കുളിയും ദേവാരൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കണം.
എവിടെ പോണം എന്നുള്ള ആലോചനയിലാണ്. വെജ് കഴിക്കണോ അതോ കുറച്ച് ഹെവി ആയിട്ട് നോൺ വെജ് ബ്രഞ്ച് കഴിക്കണോ? കാരണം വെജ് കഴിച്ചാൽ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും കേട്ടോ. ഈ മസാല ദോശ, നെയ് റോസ്റ്റൊക്കെ. അല്ലാണ്ട് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് നല്ല പൊറോട്ടയും ചാപ്സും അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ലഞ്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു LP സ്കൂളുണ്ടേ. ഈ LP സ്കൂളിൻ്റെ മുറ്റത്താണ് നമ്മളെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ളത്. ഈ സ്കൂൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസാണ്. അപ്പോൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹോട്ടൽ അപ്സരയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കോട്ടക്കലുള്ള ഈ ഒരു ഹോട്ടലിൽ കയറുന്നത്. ഇവിടുത്തെ എന്തോ മട്ടൺ ചാപ്സും പിന്നെ അതുപോലെ ബീഫ് ഫ്രൈ ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഹോട്ടൽ അപ്സര ട്രാൻസിഷനായി നമ്മളെ വീടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ രാത്രി വീട്ടിലെത്തിയതിന് ശേഷം ഇന്ന് ഫൈനൽസ് ആണല്ലോ. അപ്പോൾ പ്രൊജക്ടറെല്ലാം സെറ്റ് ചെയ്ത് കളിയെല്ലാം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അസ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സംഭവം ഇവിടെ വൻ സെറ്റപ്പിൽ നമുക്ക് പ്രൊജക്ടറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ കാണാൻ കാണികളില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഉറക്കമൊഴിച്ചിട്ടൊന്നും കളി കാണാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ആണെങ്കിൽ രാവിലെ സുബഹിക്ക് എണീറ്റിട്ടാണ് നമ്മൾ കുളത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് കേട്ടോ. ഉച്ചക്കൊന്നും ശരിക്കും പറഞ്ഞാൽ റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. പിന്നെ യൂഷ്വലി നമ്മൾ രാത്രി ചില സമയത്ത് എത്ര നേരത്തെ ഉറങ്ങാൻ ശ്രമിച്ചാലും ലേറ്റായി പോവും. ഇന്നത്തെ ദിവസമാണെങ്കിലോ 12:30 ഏതോ ഒരു സമയത്താണ് കളി തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും 11:45 കളി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ മുന്നേ ഉള്ള ഈ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ കിടന്നിട്ടാണുള്ളത്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതാ ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടാണുള്ളത്. അങ്ങനെ കുറേ നേരം കിടന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു കളീൻ്റെ ആ ഒരു ബിഗിനിങ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. 12:05 ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 12:30-ക്കാണ് കളി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഹസ്സ മാത്രമേ ഉള്ളൂ കളി കാണാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ പകുതി കളി ഇങ്ങനെ പകുതിയായി കഴിഞ്ഞ സമയത്ത് ആൾക്കും ബോറടിച്ചിട്ട് ആളും കിടന്നുറങ്ങിപ്പോയി. സോ 12:32 ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 5 മിനിറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് എന്താണെന്നൊന്നും ഓർമ്മയില്ല. ബിക്കോസ് ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ കണ്ണിങ്ങനെ തുറന്ന് വെക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ കണ്ണ് തുറന്നിരിക്കുന്നില്ല. കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുകയായിരുന്നു. എന്തായാലും ഈ കളീൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. ആൻഡ് ഇന്ന് ആര് ജയിക്കും എന്നുള്ളത് ഭയങ്കര നിർണായകമായ ഒരു കാര്യമായിരുന്നു. സ്പെയിൻ ജയിക്കണം എന്നതിൽ ഉപരി അർജൻറ്റീന തോക്കണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നമ്മൾ ഉറങ്ങിപ്പോയിട്ടോ. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. അറിഞ്ഞപ്പോൾ സന്തോഷമായി. ഇപ്പോൾ കുറേയായി ഞാൻ യാത്രകൾ ചെയ്തിട്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളുടെ യാത്രകളുടെ വീഡിയോസൊന്നും വരാത്തത്. അപ്പോൾ ഇനി വരുന്ന കുറച്ച് മാസങ്ങളിൽ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് എല്ലാം ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. സോ വീണ്ടും നല്ല അടിപൊളിയായി വീഡിയോസായിട്ട് വരും വരെ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.